ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലൗ അന്നഹും ഇദ് ളലമൂ അൻഫുസഹും ജാഊക فاستغفروا الله واستغفر لهم الرسول لوجدوا الله توابا رحيما. ഞങ്ങള് സിറാജ് പത്രത്തില് ഒരു വാർത്ത വരികയാണ്. ഇവിടെ നബിയൊരു സലഫി കോളേജില് വെച്ച് ഞങ്ങള് ഒരു ചർച്ച നടന്നു വന്നു. എന്തായിരുന്നു എന്റെ പശ്ചാത്തലം? എന്തായിരുന്നു? മേപ്പയ്യൂര് മഞ്ഞക്കുളം സലഫി മസ്ജിദിലെ ഇമാം ഹിദായത്തുള്ള മദനി എന്ന മൗലവി അവിടെയുള്ള ഒരു ചെറുപ്പക്കാരനെ മുജാഹിദിലേക്ക് ക്ഷണിച്ചപ്പോ എതിർച്ചയാ ഞാനും അവിടെ ആ ചർച്ചയിൽ അയാളുടെ വീട്ടിൽ പങ്കെടുക്കേണ്ടി വന്നു. അപ്പൊ ഞങ്ങൾ 5 ചോദ്യങ്ങൾ ഞങ്ങൾക്ക് ഈ സംശയങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു കൊടുത്തപ്പോ അദ്ദേഹം ഇത് ഗഹനമായ വിഷയമാണെന്നും കിതാബുകളൊക്കെ നോക്കണമെന്നും പറഞ്ഞപ്പോൾ ഞാൻ അവിടെ തന്നെ എന്റെ പ്രസക്തമായ ചോദ്യത്തിന്റെ തെളിവുകൾ, അഥവാ ഇമാമിങ്ങൾ ഇസ്തിഹാസ ചെയ്തവരാണ്, അവരെ നിങ്ങൾ ഇമാമിങ്ങളും മഹത്തുക്കളും ആക്കി പറയുന്നുമുണ്ട്, അവരുടെ വാക്കുകളും ഗ്രന്ഥങ്ങളും തെളിവായി ഉദ്ധരിക്കുന്നുമുണ്ട്. ആ ഇമാമിങ്ങളായ നബി ഇമാം, അസ്കലാനി ഇമാമിനെ പോലുള്ള ഇമാമിങ്ങളുടെ ഗ്രന്ഥങ്ങളിൽ ധാരാളം പരാമർശങ്ങൾ നിങ്ങളുടെ ഭാഷയിൽ ശിർക്കും കുഫറുമാണെന്ന് പറഞ്ഞപ്പോൾ അതിനെ തുടർന്ന് ധാരാളം ഗ്രന്ഥങ്ങളിലെ ഉദ്ധരണികൾ ഞാൻ അവിടെ വെച്ച് തന്നെ സ്ഥാപിച്ചു. അപ്പോൾ ഇത് ഗ്രന്ഥങ്ങൾ നോക്കണമെന്ന് പറഞ്ഞു. തൽക്കാലം അയാൾ അവിടെ ചർച്ച അവസാനിപ്പിക്കുകയും പിന്നീട് പഠിച്ചു മറുപടി പറയാമെന്ന് പറയുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ വീണ്ടും 20 ദിവസത്തിന് ശേഷം ജാമിയ സലഫിയാസ് അറബിക് കോളേജിൽ തന്നെ അവിടെ ഗ്രന്ഥങ്ങൾ ഉണ്ടാകും എന്ന് പറഞ്ഞ് അവിടെ കിതാബുകൾ സൂക്ഷിക്കുന്ന സ്ഥലത്ത് തന്നെ വെച്ച് ഞങ്ങൾ അവിടുന്ന് ആ ഹിദായത്തുള്ള മദനിയും വേറൊരു മൗലവിയും ചേർന്ന്, അവിടെ 2 മൗലവിമാർ വേറെ ഉണ്ടായിരുന്നു, അവരുമായി ചേർന്ന് സംസാരിക്കുകയും അന്ന് ആദ്യം പറഞ്ഞതിനേക്കാൾ വളരെ എളുപ്പത്തിൽ അവര് ഇതൊന്നും ഞങ്ങൾക്ക് അറിയില്ല, അതെ ഇത് ഞാൻ കുറെ വിഷയങ്ങൾ അവർക്ക് അവതരിപ്പിച്ചപ്പോ അതൊരു പ്രശ്നമാണ്, അപ്പൊ ഞാൻ ചോദിച്ചു ഇതിന് വല്ല മറുപടിയും നിങ്ങൾക്ക് തരാനുണ്ടോ എന്ന് ചോദിച്ചപ്പോ ഞങ്ങൾക്ക് ഉത്തരമില്ല, നിങ്ങൾക്ക് പോകാമെന്ന് പറഞ്ഞു. അതായത് ഇംഗ്ലീഷിലാന്ന് പറഞ്ഞു, വി ഹാവ് നോ ആൻസർ, യു ക്യാൻ ഗോ. അങ്ങനെ അവിടുന്ന് പിരിഞ്ഞു. പിന്നീട് ഈ ഹിദായത്തുള്ള മൗലവി തന്നെ ഉത്തരം കിട്ടിയെന്ന് പറഞ്ഞ് എന്നെ ആളെ വിടുകയും അയാൾ തന്നെ നേരിട്ട് വിളിക്കുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ അയാൾ പെട്ടെന്ന്, ഞാൻ ക്ലാസ്സിലുള്ളപ്പോൾ വിളിച്ച് പെട്ടെന്ന് വരണം, ഞങ്ങളുടെ മൗലവി ഉച്ചവരെ മാത്രമേ ഉണ്ടാവൂ, അതിന്റെ മുമ്പ് വരണം എന്ന് പറഞ്ഞിട്ട് ഞാൻ അന്ന് ക്യാമറ ഉണ്ടാകുമെന്ന് ഞാൻ നിബന്ധന വെച്ചിരുന്നു. അതടിസ്ഥാനത്തിൽ ക്യാമറയും സംഘടിപ്പിച്ച് 1-2 സുഹൃത്തുക്കളെയും കൂട്ടി പോയി. അതാണ് അതിന്റെ സാഹചര്യം. നിങ്ങൾ എങ്ങനെ ഈ അറബി പഠിച്ച? അറബി അധ്യാപകനായിരുന്നോ? ഞാന് നാദാപുരം ഗണ്ണനം ആദ്യം മുതലേ വീക്ഷിക്കുന്ന ഒരാളാണ്. ഞാൻ അത് വിശദമായിട്ട് CD-കൾ കണ്ട് അത് പല പ്രാവശ്യം ആവർത്തിച്ച് പഠിക്കാറുണ്ട്. അതില് ഗണ്ണനം പുരോഗമിച്ചപ്പോൾ ഒരു പ്രാവശ്യം പേരോട് ഉസ്താദിന്റെ പ്രസംഗം ഇസ്തിഹാസയും ഇമാമിങ്ങളും എന്നതായിരുന്നു. അത് ഞാൻ കേട്ടപ്പോൾ മുമ്പുണ്ടായിരുന്നതിനേക്കാൾ എനിക്ക് അത്ഭുതം തോന്നി. നബി ഇമാമിനെ പോലെ, അസ്കലാനി ഇമാമിനെ പോലെ ലോകം അംഗീകരിക്കുന്ന ഇമാമിങ്ങൾ ഇസ്തിഹാസ ചെയ്തവരാണെന്ന് വളരെ വ്യക്തമായ അവരുടെ ഗ്രന്ഥങ്ങളിൽ ഉണ്ടെന്ന് കണ്ടപ്പോൾ ഞാൻ അത് കേട്ട് പഠിക്കുകയും അത് കുറ്റ്യാടി സിറാജുൽ ഹുദയുമായി ബന്ധപ്പെട്ട് അതിന്റെ കോപ്പികൾ ശേഖരിക്കുകയും ചെയ്ത് ഞാനത് കേട്ട് പഠിച്ചതാണ് എനിക്ക് കൂടുതൽ അറിവ്. എനിക്ക് അറബി അങ്ങനെ അറിയില്ലെങ്കിലും കുറെ കേട്ടത് അടിസ്ഥാനത്തിൽ മനസ്സിലാവുന്ന രൂപത്തിലെത്തിയതാണ്, അല്ലാതെ കിതാബ് ഓതി പഠിച്ചതല്ല. സ്ക്രീനിൽ കാണിച്ച് ഉസ്താദ് വായിക്കുകയും അതിന്റെ അർത്ഥം പറയുകയും ചെയ്യുമ്പോൾ അത് കൂടുതൽ മനസ്സിലാക്കാൻ കഴിഞ്ഞു. അത് ശരിക്കും അവിടെ വായിച്ചു നോക്കി
അതിന്റെ അർത്ഥം ഉസ്താദ് വിശദീകരിക്കുകയും അത് ശരിക്ക് ഞാൻ കേട്ട് പഠിക്കുകയും ചെയ്തു. നിങ്ങൾ എന്ത് വിഷയമാണ് അവിടെ ക്ലാസ് എടുക്കുന്നത്? മാസ്റ്റർ എന്ന് പറഞ്ഞു. ഞാൻ ഫിസിക്സ് ആണ് ക്ലാസ് എടുക്കുന്നത്. ഇവിടെ ഞങ്ങൾ സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അവിടെ വരാൻ പറയും. അല്ല, ഞങ്ങള് സംസാരത്തിന്റെ ബാക്കിയായിട്ടാണ് ഇവിടെ എത്തുന്നത്. അപ്പൊ മുപ്പറായിട്ട് സംസാരിച്ചത് ഞാൻ ഈ ഒരു ഞങ്ങള് പറഞ്ഞ് റെക്കോർഡ് ചെയ്തിട്ട് അതടിസ്ഥാനത്തിലാണ് ചർച്ച ചെയ്യാനുള്ളത്. അപ്പൊ ആ റെക്കോർഡ് ഇവിടെ വെക്കുന്ന മുപ്പറോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതില് അതുണ്ട്, അത് ഇതിൽ പറയുന്നുണ്ടല്ലോ. അപ്പൊ ഞാൻ അതിന്റെ അതിനുള്ള വായിക്കണ്ടേ ഈ ഇബാദത്ത് ഉദ്ധരിക്കുന്നത്? ഞാനൊരു കാര്യം ചെയ്യാം. ഞാൻ ഫുള്ള് ഉദ്ധരണി കൊണ്ടുവരാം. നമുക്ക് ഇരുന്ന് സംസാരിച്ച് വീഡിയോ പിടിക്കാൻ പറ്റുമോ? ഓക്കെ ഓക്കെ. അപ്പൊ ഇവിടെ വരണം. ഇന്ന് ഞാൻ വരാം. ഒരു വീഡിയോ എടുക്കാൻ വരാം. ഇന്ന് എനിക്കൊരു എന്നാ നാളെ വരാം. ചർച്ച ചെയ്തില്ലല്ലോ, വീഡിയോ എടുക്കാൻ പറ്റുമോ? എന്നോട് പറയുന്ന ഒരാളിന് സംശയം ചോദിക്കുന്നു, മറുപടി പറയണം. ചോദ്യം കേട്ട ഉത്തരം പറയാനോ? അങ്ങനെയല്ലോ പറഞ്ഞു. ഞങ്ങളിത് 2 പ്രാവശ്യം സംസാരിച്ചാണ്. മുപ്പറ വീട്ടിൽ വെച്ച് സംസാരിച്ചാണ്. ചോദ്യങ്ങൾ കയ്യിലുണ്ടോ? ചോദ്യം പ്രിന്റ് ചെയ്ത് കൊടുത്തിട്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് സംശയം ചർച്ച. അങ്ങനെ ഞങ്ങള് 2 വിഭാഗത്തുകൾ തന്നിരുന്നു ഇതിന്. ഓക്കെ, അത് ആ 2 അത് കുറെ ഉദ്ദേശിച്ചതില് 2 അവർക്ക് കൊടുത്താണ്. എല്ലാവരും പറയുന്നു. അപ്പൊ ഇമാമാക്കണമെങ്കിൽ അദ്ദേഹം പഠിപ്പിച്ച ആശയങ്ങൾ ശിർക്കും കുഫ്റും ആവരുതല്ലോ. അപ്പൊ ശിർക്ക് പഠിപ്പിച്ച കുഫ്റ് പഠിപ്പിച്ച ആൾക്കാർ നമ്മൾ ഇസ്ലാമിക നിഷ്ഠ കാഫിറും മുശ്രിക്കും അല്ലാവുക, ഇമാമല്ലല്ലോ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ ഇവർ പറഞ്ഞു അവരെ ഗ്രന്ഥങ്ങളിൽ അങ്ങനെ നിങ്ങൾ ഉദ്ദേശിക്കുന്നവരൊന്നും ഇല്ല. അപ്പൊ ഞാനതിന് അന്ന് കുറെ കാര്യങ്ങൾ ഞാൻ കൊണ്ടുവന്നിരുന്നു. അതിലൊരു കോപ്പിയാണ് ശറഉൽ മുഅദ്ദബിന്റെ. അപ്പൊ അതിനെ പറ്റിയാണ് ആദ്യത്തെ ചർച്ച. അത് എന്താ നിങ്ങൾ എന്നോടൊന്ന് പറഞ്ഞു, വിളിച്ചു പറഞ്ഞു. നിങ്ങളെന്താ പറയുന്നത്? നമ്മൾ അന്ന് ഞാനന്ന് സുമ്മ എർജി ഇല മൊട്ടിഫിൽ അവൽ എന്നുള്ള ആ വിഭാഗത്ത് ഞാൻ മാഷാണ്. അപ്പോൾ ആ വിഭാഗത്ത് സുമ്മ വായിച്ചപ്പോൾ ഇവർ പറഞ്ഞു സുമ്മക്ക് മുമ്പ് നിങ്ങൾക്കെതിരായിട്ട് ഉണ്ട്. അങ്ങനെ പറഞ്ഞില്ല, ഉമ്മക്ക് മുമ്പ് ഞാൻ നമ്മൾ ചർച്ച ഉമ്മക്ക് മുമ്പ് ഞാൻ നിങ്ങൾ വായിക്കണം. മൗലവി സുഹൃത്തെ, ആദ്യം കേൾക്ക്. ഞാൻ ഈ നബിക്ക് ബോധ്യപ്പെട്ടോ ഇല്ലോ എന്നല്ല എന്റെ ചോദ്യം. ഇങ്ങനെ ഒരാൾ ചിർക്കുമായ ഒരു കാര്യം ഇഹ്സാൻ നല്ലതാണെന്ന് പഠിപ്പിച്ചാൽ അയാൾക്ക് ആകുമോ ഇല്ലയോ? അതാണ് ചോദ്യം. അല്ലാണ്ട് നിങ്ങൾ അത് ബോധ്യപ്പെട്ടോ ഇല്ലോ എന്ന് ഞാനത് നോക്കുന്നത്. നിങ്ങൾ റളിയല്ലാഹു അൻഹു ചെല്ലുന്നുണ്ട്, മഹാനാണെന്ന്